വിമൻസ് ഫെലോഷിപ്പ് എന്ന നിലയിലാണല്ലോ ഇന്ന് രാത്രി നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഇപ്രകാരം ഒരു കൂടിവരവ് ഈ ന്യൂയോർക്കിന്റെ പട്ടണത്തിൽ വെച്ച് കർത്താവ് ഒരുക്കിയെടുത്ത ഓർത്ത് ഞാൻ ആദ്യമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സഹോദരിമാരെ കുറിച്ച് വലിയൊരു ആശയമുണ്ട് എന്നുള്ളത് ഇത് പ്രത്യേകമായി പ്രകടനം ചെയ്യുന്നുണ്ട്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ കർത്തവ്യത്തിലേക്ക് ഞാൻ വളരെ വേഗത്തിൽ പറയും. അതോട് അനുബന്ധിച്ച് എൻ്റെ ഒരു സാക്ഷ്യം വഹിക്കണമെന്നും എന്നോട് പറഞ്ഞതിനാൽ എനിക്ക് ലഭിക്കപ്പെട്ട സമയം വളരെ പരിമിതമാണ്. കാര്യം സഹോദരിമാരുടെ മീറ്റിങ്ങിൽ സഹോദരിമാർ തന്നെ സംസാരിക്കണമെന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വളരെ വേഗത്തിൽ പറഞ്ഞ് നിർത്തുവാനും ആഗ്രഹിക്കുകയാണ്. ആദ്യമായി ഈ ഫെലോഷിപ്പിൻ്റെ നാമത്തിൽ കടന്നു വന്ന എല്ലാവർക്കും കർത്താവ് നാമത്തിൽ നന്ദി രേഖപ്പെടുത്തട്ടെ. സഭാവിദ്യാസമന്യേ എല്ലാവരും ഇതിന് പങ്കുകൊണ്ടിട്ടുണ്ട്. സഹോദരന്മാരുടെ എണ്ണം നോക്കിയാൽ ധാരാളം ഉണ്ട്. ഒട്ടും സഹോദരിമാരെക്കാൾ ഒട്ടും കുറയാതെ നിൽക്കുന്നു എന്ന് കാണുമ്പോൾ ഈ കൂട്ടത്തിൽ പിൻപിൽ സഹോദരന്മാരും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പായി നൽകി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരെയും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുക. അതുമാത്രമല്ല, കർത്താവിന്റെ ശ്രേഷ്ഠദാസന്മാർ സഭാവിദ്യാസമന്യേ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. ഇങ്ങനൊരു ഫെലോഷിപ്പ് ഉണ്ട് എന്നൊക്കെ കേട്ടതോടുകൂടെ തന്നെ അവരും ഇതിന് പങ്കുകൊള്ളണം, എത്രമാത്രമായി ഞാൻ സ്ഥാനം കൊടുക്കണം എന്ന് കണ്ടിട്ടാണ് അവരും കടന്നു വന്നിരിക്കുന്നത്. അവരുടെ ഫെലോഷിപ്പിന്റെ നാമത്തിൽ അവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തട്ടെ. ഉപരിയായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഈ സമയത്ത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം പല ചെറുപ്പക്കാരെ കാണുമ്പോൾ എൻ്റെ ഉള്ളം വളരെ സന്തോഷമുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ ഇങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടിയില്ല. ഒരു ക്രിസ്ത്യ കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടെങ്കിലും ലോകത്തിന്റെ ചുറ്റുപാടാണ് എനിക്ക് ലഭിച്ചത്. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിലല്ല വളർന്നത്, മർത്തോമാ സമുദായത്തിലാണ്. മർത്തോമാ സമുദായത്തിലാണെന്ന് പറഞ്ഞാലും ലോകമാണ് എന്നെ മുമ്പിൽ കിട്ടുന്നത്. അതുകൊണ്ട് ഒരു ആധ്യാത്മികമായിരിക്കുന്ന ഒരു രംഗവും എൻ്റെ പിൻപിലില്ല. ഒരു പ്രാർത്ഥിക്കുന്ന മാതാവുണ്ട് എങ്കിലും ഞങ്ങളുടെ മുമ്പിൽ നിന്നിരുന്നു കൊണ്ട് അതിനൊക്കെയും കവച്ചു വെച്ച് ഞങ്ങൾ പോയിപ്പോയിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാർ എന്നെ പഠിക്കേണ്ടതിന് വേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ഡൽഹിക്ക് വിട്ടു. ഡൽഹി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു കോളേജായ ഡൽഹി സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് ഞാൻ പഠിക്കാൻ പോയത്. ലോകമനുഷ്യനായി അവിടെ കടന്നു വന്നു. എൻ്റെ പഠനത്തെക്കുറിച്ച് ഒന്ന് രണ്ട് വാചകം പറയുമ്പോൾ എൻ്റെ ചെറു ജീവിതം എങ്ങനെ ഇരുന്നു എന്ന് ഞാൻ ഗ്രഹിക്കും. അതുകൊണ്ട് ഞാൻ അതിനെ ദീർഘിപ്പിക്കുന്നില്ല. സാധാരണയായി BA എല്ലാവരും 3 വർഷം കൊണ്ട് പഠിക്കും. ഞാൻ 6 വർഷം കൊണ്ട് പഠിച്ചു. കാര്യം ക്ലാസ്സിൽ കയറിയിട്ട് ധാരാളം പണം പിൻപിലുണ്ട്. ഞങ്ങളുടെ കോളേജ് എന്ന് പറയുമ്പോൾ ആ കാലത്ത് ഈ സ്റ്റേറ്റ് അമാൽഗമേഷന്റെ ടൈമാണ്. ഇന്ത്യൻ യൂണിയൻ എന്ന നിലയിൽ ചേർത്തപ്പെട്ട സമയമാണ്. രാജാക്കന്മാരെ പിന്തള്ളപ്പെട്ടത്. അവിടെ കൂടെ പഠിച്ചതൊക്കെയും അങ്ങനെ അവരുടെ മക്കളും അങ്ങനെ അവരോടുള്ള ബന്ധപ്പെട്ടതുമാണ്. അവിടെ പൊടി പൊടിച്ച ജീവിതം നയിച്ചു. അങ്ങനെ അവസാനം 6 വർഷം ഒന്നും ലഭിക്കപ്പെടാതെ നിന്നൊരു കാലം എനിക്കുമ്പോഴുണ്ട്. അവസാനം 6 വർഷം കഴിഞ്ഞ ഉടനെ അധ്യാപകന്മാർ പറഞ്ഞു തിരിച്ചു മടങ്ങിപ്പോയി. എനിക്ക് ഓർമ്മയുണ്ട്, വളരെ പ്രതീക്ഷയോട് മാതാപിതാക്കന്മാർ എന്നെ ഡൽഹിക്ക് വിട്ടതാണ്. കാര്യം അന്ന് ഹെഡ് മാസ്റ്റർമാർക്ക് 75-150 രൂപ ശമ്പളം പറ്റുമ്പോൾ 300 രൂപ ഫീസ് കൊടുത്താണ് പഠിച്ചത്. അതിന്റെ പിൻപിൽ വലിയ പ്രതീക്ഷയായിരുന്നു പിതാവിനും മാതാവിനും ഉണ്ടായത്. തിരിച്ച് നമ്മുടെ ഇടയിൽ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നാ ചന്തയിൽ പോയിട്ട് മടങ്ങി വന്നു. ഒന്നും ലഭിക്കപ്പെടാതെ മടങ്ങി വന്നൊരു കാലയളവുമുണ്ട്. അതിൽ എങ്കിലും കർത്താവ് എന്നെ കണ്ടിരുന്നു. കർത്താവിന്റെ വനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ മുൻനിയമിക്കപ്പെട്ടവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ ഒരു ഭാവിയുള്ള ദൈവത്തിന്റെ പരിപാടിയാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ പിൻപിൽ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന മാതാവുണ്ട്. സാധാരണ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. എൻ്റെ അപ്പൻ തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയത് എൻ്റെ ഭാഗ്യമാണ്. മക്കളായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും മരുമക്കൾക്കും ഞങ്ങളുടെ അയൽവക്കക്കാർക്കും ദാസന്മാർക്കും ഒരുപോലെ പറയാം, ഇങ്ങനൊരു സ്ത്രീയെ കിട്ടിയത്, ഇങ്ങനൊരു മാതാവിന് ഇങ്ങനൊരു സ്ത്രീയെ ഞങ്ങൾക്ക് കിട്ടിയത് നന്നായി. അത്ര അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സഹോദരിയാണത്. എങ്കിലും ലോകം ഞങ്ങളുടെ മുമ്പിൽ പിടിക്കപ്പെട്ടിരുന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. അത് മാത്രമല്ല, കർത്താവിന്റെ ദാസിക്ക് സമുദായത്തിലായിരുന്നുകൊണ്ട് ഉപദേശ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വേണ്ടോണം അറിയാൻ പാടില്ല. ഭക്തി ഉണ്ട്, ഉപദേശം അധികത്തില്ല. ജീവിതത്തിൽ ഉപദേശം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മനത്തിന്റെ ഡോക്ടർ എന്ന് പറയുന്നത്
ജീവിതത്തിന്റെ കെട്ടുമണിക്ക് അത്യാവശ്യമാണ്. ഇന്ന് അനേക മാതാപിതാക്കന്മാർക്ക് ഉപദേശം അറിയാൻ വയ്യാത്തതുകൊണ്ട് മക്കളെ വളർത്താൻ വേണ്ടോണെങ്കിൽ വളർത്തുവാനും കഴിയത്തില്ല. കാര്യം എനിക്കറിയാം, ഞങ്ങൾ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞ ശേഷം ഈ അപകടം ഞങ്ങൾക്ക് വന്നു. കാര്യം വ്യക്തമായിരിക്കുന്ന ഉപദേശം ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ മധ്യ തന്നിരുന്നതിനാൽ ഉപദേശം ചെറുപ്രായത്തിലെ കൊടുത്തുകൊണ്ട് അതുകൊണ്ട് 5ാമത്തെ വയസ്സിൽ തന്നെ മകനും മകളും രക്ഷിക്കപ്പെടുവാൻ തൊക്കെ വേണ്ടിയായി. ആയാൽ ദൈവത്തിന്റെ മക്കളെ ക്രിസ്തു ജീവിതം ധന്യമാകണമെങ്കിൽ, കുടുംബജീവിതം ധന്യമാകണമെങ്കിൽ വചനത്തിന്റെ വശങ്ങളിൽ കൂടെ പഠിക്കണം. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ പഠിക്കുവാൻ അവകാശമുണ്ട്. കാര്യം കർത്താവിന്റെ ശുശ്രൂഷ അവസാന വേളയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പോയി സുവിശേഷം അറിയിച്ച് വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കിക്കൊള്ളു എന്ന് പറയുമ്പോൾ ശിഷ്യത്തിന് ഇംഗ്ലീഷ് കൊടുക്കുന്ന പദം ഡിസൈപ്പിൾഷിപ്പ്. ഡിസൈപ്പിൾഷിപ്പ് എന്നുള്ള പദത്തിന് അർത്ഥം സ്കോളർ, പണ്ഡിതൻ. സ്നാനപ്പെടുത്തുന്നത് പഠിക്കാനാണ്. അതുകൊണ്ട് സഹോദരി സ്നാനപ്പെട്ടിട്ടുണ്ട്, മാതാവ് സ്നാനപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷയമാണ്. കാര്യം വചന സംബന്ധമായി പഠിക്കുവാൻ അവർ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കന്മാർക്ക് ഇതിന്റെ പിന്നിൽ വളരെ ചുമതലയുണ്ട്, കർത്തവ്യമുള്ള എന്നുള്ളതുകൊണ്ട്. ഞാൻ തിരിച്ചു മടങ്ങി വന്നു. പ്രശ്നം ഗുരുതരമായി. ഇനി എനിക്ക് ഒരു നിമിഷം വീട്ടിൽ നിൽക്കാൻ കഴിയില്ല. കാര്യം പിതാവിനും പണം തരണം. പണത്തിൽ വളർന്നവൻ ഇനി പിതാവിനെ കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നതും പ്രയാസമായി. അങ്ങനെ ഒരു ദിവസം പോലും എന്റെ സ്വന്തം വീട്ടിൽ എന്റെ പിതാവിനോട് ചോദ്യം നിൽക്കാൻ കഴിയാതെ വന്നൊരു കാലഘട്ടം മുൻപിലുണ്ട്. എങ്കിലും എന്റെ കർത്താവിനെ വിട്ടില്ല. ദൈവത്തോടുള്ള സ്നേഹം, ദൈവം ജീവിതങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് എന്നെയും അവന്റെ സ്നേഹത്തിൽ കണ്ടിരുന്നുകൊണ്ട് അവന്റെ പരിപാടിയിൽ ഒരുക്കപ്പെട്ടു. ഞാനീ ഒരു ദിവസം വളരെ ഭാരപ്പെട്ട് നിന്ന സമയത്ത് എടുത്തതാണ് വേദപുസ്തകം. സമാധാനത്തിനായി, കെറുക്ക് വളത്തിനോ ലോകത്തിന്റെ ഭരണത്തിനോ നല്ല ആരോഗ്യമതന ആരും വെക്കാത്ത സ്വഭാവമുണ്ട്, ആർക്കും കീഴ്പ്പെട്ടു കൊടുക്കാത്ത മനുഷ്യമാണ്. അങ്ങനെ ഉണ്ടായിരുന്ന എന്റെ ജീവിതത്തിൽ സ്തോത്രം ഒന്നുകൊണ്ടും സമാധാനമില്ലാതെ ഒരു നിമിഷം വീട്ടിൽ പാർക്കാൻ കഴിയാതെ വേണം നിന്ന വേളയിൽ ഭാഗ്യവശാൽ എടുത്ത പുസ്തകമാണ് വേദപുസ്തകം. എടുത്ത് തുറന്നു നോക്കി സമാധാനത്തിനായിട്ടുണ്ട്. ഒരു വാക്യാംശം എന്റെ കൺദൃഷ്ടിയിൽപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം, നിന്റെ ഹൃദയം കലങ്ങി പോകരുത്. കലങ്ങി മാർക്കുന്ന സമയത്ത് ഈ വാക്യം കണ്ടുകൊണ്ട് ഈ പുസ്തകം വായിക്കാൻ പറയും. എന്റെ വിചാരം ഇതല്ലാതെ വേറൊരു വാക്യം കണ്ടിരുന്നെങ്കിൽ അതുപോലെ അടച്ചു വെച്ച് ഹൃദയത്തെ അറിഞ്ഞവൻ, എന്റെ ജീവിതത്തിലെ ഭാരങ്ങൾ മനസ്സിലാക്കിയവൻ, തക്ക സമയത്ത് തക്കതായ രീതിയിൽ നടത്തിയെടുക്കാൻ വിശ്വസ്തനായിരുന്നുകൊണ്ട് തക്കതായ വചനം എന്റെ മുമ്പിൽ തന്നു. അന്ന് മുതൽ വേദപുസ്തകവുമായി ബന്ധപ്പെട്ടു. ഞങ്ങളുടെ വീടുകളിൽ പെന്തിക്കോസ്തുകാർ വരത്തില്ല. അന്ന് ഞങ്ങളുടെ തിരുവല്ല ചുറ്റുപാടൊന്നും പെന്തിക്കോസ്തുകാരെ ഇല്ലതാണ്. അത് മാത്രമല്ല, ഞങ്ങൾ മർത്തോമക്കാരായിരിക്കുന്നതുകൊണ്ട് പെന്തിക്കോസ്തുകാരുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യമല്ല. മർത്തോമ സമുദായം ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ മർത്തോമ സമുദായത്തിന്റെ സ്ഥാപകന്മാരാണ് ഞങ്ങളുടെ പിതാക്കന്മാർ. മർത്തോമ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ മർത്തോമ സമുദായത്തിന്റെ ആദ്യത്തെ സെമിനാരിയായിരുന്നു ഞങ്ങളുടെ വീട്. ആദ്യത്തെ മർത്തോമ പള്ളിയാണ് ഞങ്ങളുടെ പള്ളി. അതുകൊണ്ട് മർത്തോമക്കാരായി ചൂടോടെ നിൽക്കുന്ന മർത്തോമക്കാരായി ഞങ്ങൾക്ക് ഒരു ബന്ധുക്കോശാരെ സ്വീകരിക്കാൻ സാധ്യമല്ല. പക്ഷെ കർത്താവ് കണ്ടു. ദൈവത്തിന്റെ ആലോചന തക്കതായ രീതിയിൽ നടത്തിയെടുപ്പാൻ നമ്മൾ ഇടയായതിനാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതിന് കാലഹേതുവായി തീർന്നത് അതിന്റെ പിൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവുണ്ട് എന്നുള്ളതാണ്. ഒരു ദിവസം ഞാൻ അഴിക്കൂടെ നടന്നു പോയപ്പോൾ ഒരു കർത്താനുദാസനോട് ചോദ്യം ചോദിച്ചു, രക്ഷിക്കപ്പെടണം. ഇന്ന് ബന്ധുക്കുശാരായ നാം ധാരാളം കേട്ടിട്ടുണ്ട്. എന്റെ 25 വയസ്സ് വരെ ഇത് കേട്ടിട്ടുണ്ട്. കാര്യങ്ങളെ യോഗങ്ങളിൽ ഒരു മൂലയ്ക്ക് പോലും ഇരുന്ന് കേൾക്കാൻ ഇടവന്നിട്ട് സൺഡേ സ്കൂളിൽ കയറിയവനല്ല, പള്ളിയിൽ കയറിയവനല്ല, കാലൂറ്റവനല്ല. ലോകത്തിന് ചുറ്റുപാട് ഇഷ്ടം പോലെ ദൂർത്തടിച്ച് ജീവിച്ചൊരു ചെറുപ്പക്കാരനാണ്. ആദ്യം ഇത് കേട്ടപ്പോൾ സാധാരണ ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഉദിക്കുന്നത് പോലെ എനിക്കൊരു അമർഷമുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ തൊഴിലുണ്ടോ? ഇത് പറഞ്ഞ് നടക്കാതെ പോകുമെന്ന് പറഞ്ഞു. എന്റെ മുമ്പിൽ അവനെ ആട്ടിപ്പുറത്തു. എങ്കിൽ കർത്താവ് എന്നെ വിട്ട് എനിക്കുള്ള സ്നേഹം, അപ്പന്റെ 6 മക്കളിൽ 5 പേര് നല്ലവരായിരുന്നു, പ്രമാണമുള്ളവർ. മാതാപിതാക്കന്മാർക്ക് അനുസരണമില്ലാതെ നടന്ന എന്റെ ജീവിതത്തിലാണ് മറ്റ് 5 പേരെയും കവച്ചുകൊണ്ട് കടന്നു വന്നു. യേശു ക്രിസ്തു വന്നത് നീതിമാന്മാർക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി. നീ ഇന്ന് നിന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ബന്ധനം, പാപത്തിന്റെ കർത്തൃത്വം നിൽക്കുന്നെങ്കിൽ ഇതാ യേശു നിനക്ക് ശ്രമിക്കും. നിന്റെ ജീവിതത്തെ വെടിവെപ്പാൻ അവന്റെ കരം ഇന്നും ശക്തമായി നിലകൊള്ളുവാൻ.
സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തിരിച്ചു മടങ്ങി വരുമ്പോൾ ഈ ചോദ്യം എന്നെ പിന്നെയും പിന്തുടർന്നുകൊണ്ട് ആരോ പുറകിൽ നിന്ന് പറയുന്നു രക്ഷിക്കപ്പെടുന്നതാണ്. ഈ ഭാഷ എനിക്ക് മനസ്സിലാക്കുന്നില്ല. എങ്കിലും ഇത് അറിയണമെന്ന് താല്പര്യം. ആരോട് ചോദിക്കാനാ? വീട്ടിലങ്ങനെ ഒരു ഭാഷയില്ല. ആ സമയത്ത് എനിക്ക് വേദപുസ്തകത്തോട് താല്പര്യമുണ്ട്. ഞാൻ ഓടി വേദപുസ്തകം എടുത്തു. കർത്താവേ എന്നോട് പറയണമേ എന്ന് പറഞ്ഞുകൊണ്ട്, രക്ഷിക്കപ്പെടുക എന്നാൽ എന്ത് എന്നോട് പറയണമേ എന്ന് പറഞ്ഞ് വീണ്ടും തുറന്നപ്പോൾ ഒരു വാക്യം എന്റെ കൺമുമ്പിൽ കണ്ടു. അതിന് മുമ്പിലുള്ള മനുഷ്യനും അതിന് പിന്നിലുള്ള മനുഷ്യൻ കണ്ട ദൈവത്തിന്റെ വചനം. ഏത് ജീവിതം ഒരു ജീവിതത്തിൽ യഥാർത്ഥമായി കടന്നു വന്നാൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നോക്കണം. അത് കഴിവുള്ളതാണ്. ഞാൻ എന്റെ കഴിഞ്ഞ ക്രിസ്തീയ ശുശ്രൂഷ മുമ്പിൽ അനേക ജീവിതങ്ങളെ ദൈവത്തിന് വനത്താൽ രൂപാന്തരപ്പെടുത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഴുവൻ സമയം ഓർത്തോണം ഭർത്താവും ഭാര്യയും എല്ലാ 365 ദിവസം രാത്രിയും പകലും ഒരുപോലെ വിട്ടാണ് ഞങ്ങൾ കണ്ടക്കുന്നത്. ഞങ്ങൾക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, ചുറ്റുപാടുമുണ്ട്. പക്ഷേ അതെല്ലാം എടുത്ത് ദൂരം വെച്ചുകൊണ്ട് ഓടുകയാണ്. കാര്യം ജീവിതത്തെ ജീവിപ്പാൻ കഴിവും പ്രാപ്തമായിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലോകമല്ല, പണമല്ല, ആരോഗ്യമല്ല, അത് ദൈവത്തിന്റെ വചനമാണ്. ആയാൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് മടങ്ങുക എന്ന് വിളിക്കുവാൻ നോക്കണം. ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇന്ന് ഞങ്ങളുടെ മൂത്ത സഹോദരനും ഞങ്ങളുടെ ഓരോരുത്തരും ചോദിക്കുന്നു. എന്റെ അളിയൻ ഒരിക്കൽ പറഞ്ഞു, ഇപ്പം കണ്ടിട്ട് ഞങ്ങൾക്കും ബന്ധുക്കോസ് ചേർന്നാൽ മതിയല്ലോ. അനേകർക്ക് താല്പര്യമായിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഗൗര കുടുംബത്തിന് വളരെ താല്പര്യമാണ്. പലവർക്കും കാണപ്പെടാനും ആഗ്രഹമുണ്ട്. സമൂഹത്തെ വിടാൻ പേടിയാണ്. കാര്യം സമൂഹത്തെ വിട്ടാൽ ഉണ്ടാകുന്ന അനന്തരഫലം അവർക്കറിയത്തില്ല. വിട്ടുനോക്കിയേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഈ വിട്ടറിയാൽ അതിന്റെ പിൻപിൽ ലഭിക്കപ്പെടുന്ന സന്തോഷവും ജീവനും ശക്തിയുമെന്ത് എന്ന് ജീവിതത്തിൽ അറിയാം. എനിക്കറിയാം. അതിന്റെ അനുഭവം ഞങ്ങൾ അറിയുന്നുണ്ട്. എന്റെ മക്കൾ ഞങ്ങൾക്ക് തന്നത് ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അവരെ കുറിച്ച് ഒരു നിമിഷം പോലും അനുഭവപ്പെടേണ്ട വന്നിട്ടില്ല. കർത്താവ് അവരെ അനുഗ്രഹിച്ചു. സ്തോത്രം. ഭൗതികമായി മാത്രമല്ല, ആത്മീയമായും ഇന്ന് കർത്താവിന്റെ ശുശ്രൂഷയുടെ മുമ്പിൽ വനത്തിന് മുമ്പിൽ നിലകൊള്ളത്തക്കണം, ശക്തിയോട് നിർത്തിയെടുപ്പത്തക്കണം അവരെ കർത്താവ് പ്രാപ്തമായി. ഞങ്ങളുടെ സകല വേലക്കാരും കർത്താവിന്റെ പക്ഷത്താണ്. ഞങ്ങളുടെ പതിയാൻ ഞങ്ങളുടെ വറമ്പി പണിയുന്നതിനും കിളയ്ക്കുന്നവൻ സകലരും ഞങ്ങളുടെ സഭയിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾക്ക് മുതലാളി തൊഴിലാളി ഇല്ല. ഞങ്ങൾ എല്ലാവരും കൂടെ സഹോദര ബന്ധത്തോടു കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് അമേരിക്കയിലേക്ക് ഞങ്ങൾ കടന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വലിയാനും ഞങ്ങളുടെ വിലയനും ഞങ്ങളുടെ ഗോത്രം എല്ലാ വേലക്കാരും ഓടിയൊന്നും നെഞ്ചതടിച്ച് കരച്ചില്ല. ഞങ്ങളെ വിട്ട് പോവുകയാണോ? ഞങ്ങൾ അത് വേഗം ഞങ്ങൾ വന്നേക്കാമെന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ മക്കളെ ഹല്ലേലൂയ, ജീവിതം കർത്താവിന് കൊടുക്കുക. സമാധാനം നിന്നോടുകൂടെ. ഒന്നും നോക്കാതെ കർത്താവിനെ പിൻപറ്റ് ജീവനും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ കൊണ്ടേയായിട്ടുണ്ട്. ഞാനിപ്പോൾ അവസാനിപ്പിക്കട്ടെ. തുടർന്ന് കർത്താവിനെ ദാസിക്കും തുടർന്നുള്ള ശുശ്രൂഷ നടക്കണമല്ലോ. എടുത്തപ്പോൾ കിട്ടിയ വേളഭാഗം കൂടെ ഞാൻ വായിച്ചോട്ടെ, പറഞ്ഞോട്ടെ. എടുത്തപ്പോൾ റോമർക്ക് ലേഖനം 4-5 വാക്യം. അതിങ്ങനെയാണ് രേഖപ്പെട്ടിരിക്കുന്നത്. പ്രവർത്തിക്കാത്തതെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവൻ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയെ കണക്കിടുന്നു. സാധാരണഗതിയിൽ വായിച്ചാൽ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തുക. പരിശുദ്ധാത്മാവ് ബുദ്ധിയെ തുറന്നല്ലാതെ അനുഗ്രഹിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് എൻ്റെ ഉപ്പാപ്പൻ ഡോക്ടർ ഏറ്റിക്കോ വലിയ ജ്ഞാനിയാണ്. അദ്ദേഹം ബുദ്ധിമാനാണ്, തന്നെത്താൻ ബുദ്ധിമാനെന്ന് അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുമായിരുന്നു. തന്റെ ജീവിതത്തിന്റെ അവസാനം വരെ കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കും. കാര്യം ഈ ലോകത്തിന്റെ പ്രഭു ഈ ലോകത്തിന്റെ മനുഷ്യരുടെ ബുദ്ധിയെ ബലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവാണ് ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നത്. സ്തോത്രം. റോമർക്ക് ലേഖനം എന്ന് പറയുന്നത് ലേഖനങ്ങളുടെ ആദ്യ ലേഖനമാണ്. അതിങ്ങനെ എഴുതിയിരിക്കുന്നത്, പ്രവർത്തിക്കാത്തതെങ്കിലും. എനിക്കറിയാം എൻ്റെ അപ്പൻ്റെ തല്ലിപ്പൊളി മരണം. ഒരു പ്രവൃത്തിയും കാഴ്ചവെക്കാനില്ല. കർമ്മമാർഗം എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളിക്കണം. ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന നാളിൽ കോളേജിൽ പോട്ടെ, സ്കൂളിൽ പഠിച്ചിരുന്ന നാളിൽ എനിക്കറിയാം ക്ലാസ്സിൽ മിക്കവാറും ഞാൻ പുറത്താണ്. കാര്യം എന്തെങ്കിലും കുസൃതിയാണ്. എനിക്ക് ചില ദിവസം 14 അടി വരെ അടിച്ച് കൈ പൊട്ടുന്നവരെ കിട്ടുന്നുണ്ട്. വീട്ടിൽ നിന്ന് നല്ല പുതുക്കത്തകൾ എൻ്റെ പിതാവിൽ നിന്നും കിട്ടും. എങ്കിലും ഈ രംഗത്തിൽ മുഴുവനും കുസൃതി മഴക്കുക. എങ്കിലും ഈ മനുഷ്യനെയാണ് ഈ കർത്താവ് രൂപാന്തരപ്പെടുത്തുന്നത്. രാത്രി പകല് പോലെ
ജീവിതത്തിൽ ഹല്ലേലൂയ സ്വഭാവത്തിലും എല്ലാ രംഗങ്ങൾക്കും പ്രമാണങ്ങളും മാറ്റിയെടുപ്പാൻ നോക്കണം. കാര്യമാക്കി തീർത്തത് കുടുംബമല്ല, പാരമ്പര്യമല്ല, ലോകമല്ല, പണമല്ല, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനമാണ്. ആകയാൽ ഈ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്കായി നമുക്ക് അവസരം ലഭിക്കുന്ന ദൈവത്തെ സ്തുതിക്കാം. പ്രവർത്തിക്കാത്തതെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നു, ഭാവിയെ നീതീകരിക്കുന്നു. എല്ലാവർക്കും അറിയാം യേശു ക്രിസ്തുവാണ്. അവന് വിശ്വസിക്കുന്നുവനോ? യേശു വിശ്വസിക്കുന്നെങ്കിൽ ആ വിശ്വാസം നിന്റെ പാപത്തെ പാവിലാണ് കണക്കെടുത്തിരിക്കുന്നത്. ആ വിശ്വാസം നിന്നെ നീതിയായി കണക്കെടുക്കും. ഞാൻ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന്. ഹല്ലേലൂയ, നീ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പാപത്തെ എന്തുകൊണ്ട്? നിനക്ക് വേണ്ടിയാണ് യേശു വന്നത്. നിന്റെ പാപം യേശു വഹിച്ചു. ഇത് വിശ്വസിക്കുന്നെങ്കിൽ നിന്റെ പാപം യേശുവിന്റെ മേലാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യാനിറ്റിക്ക് വിശ്വസിക്കാൻ വേണ്ടി അന്ന് മുതൽ ഈ പുസ്തകത്തെ അതുപോലെ വിശ്വസിക്കുക. തലകുത്തി നിൽക്കാൻ പോലെ നിൽക്കും. കാര്യം ഇത് ജീവനും ശക്തിയുമാണ്. ഹല്ലേലൂയ. ഈ വചനം പറഞ്ഞതിനാൽ ഞാൻ സ്നാനപ്പെട്ടു. ഈ വചനം പറഞ്ഞതിനാൽ ഞാൻ വേർപെട്ടു. ഈ വചനം പറഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ ആത്മാവിലും ആരാധിക്കുന്നു. ഈ വചനത്തിന് അനുസരണം ഈ നല്ല കർത്താവിനെ പിൻപറ്റുവാൻ ഞങ്ങൾക്ക് ലഭിച്ച കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ വാക്കുകൾ നിർത്തട്ടെ. കാരണം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംസാരിക്കുന്നു. ഉദ്ഘാടന